നമസ്കാരം. മില്ലറ്റ്സ് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഒരുപാടാണ്. അപ്പോൾ മുമ്പ് ഞാൻ പലതരത്തിലുള്ള മില്ലറ്റ് റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മില്ലറ്റ് റാഗിയാണ് കൂടുതൽ. അപ്പോൾ റാഗി വെച്ചിട്ടുള്ള റെസിപ്പീസ് കൂടുതൽ ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന് ഞാൻ ചെയ്യുന്നത് റാഗി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡ്ലി ദോശ ബാറ്ററിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ലി ദോശ ബാറ്ററിനേക്കാളും കുറച്ചും കൂടി ഹെൽത്തി ആവും റാഗി വെച്ച് ചെയ്യുമ്പോൾ. കാരണം ഇതിൽ ഫൈബറൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് തന്നെ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാണ് റാഗി ഇഡ്ലി ദോശയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ മില്ലറ്റ് റെസിപ്പീസ് കാണണം എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്തിട്ട് മില്ലറ്റ് റെസിപ്പീസ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പലതരം മില്ലറ്റ്സ് വെച്ചിട്ടുള്ള റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതെങ്കിലും മില്ലറ്റ് വെച്ചിട്ട് കൂടുതൽ റെസിപ്പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് റാഗി ചേർത്ത് കൊടുക്കാം. മുഴുവനോടെയുള്ള റാഗി 1.5 കപ്പാണ് വേണ്ടത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനത്തെ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ബൗളിലാണോ എടുക്കാറുള്ളത് അതിൽ ചേർത്താൽ മതി. 1.5 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചോറിനാൻ ഉപയോഗിക്കുന്ന മട്ടരിയാണ് എടുത്തിരിക്കുന്നത്. മട്ടരി ഉപയോഗിക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഇഡ്ലി അരി യൂസ് ചെയ്യാം. 1/2 കപ്പ് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. സ്പ്ലിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോൾ മുഴുവനോടെ ഉള്ളതാണ് ചേർത്തിരിക്കണേ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഉലുവയാണ്. ഇതിപ്പോൾ 1 ടീസ്പൂൺ ഉലുവയാണ് ഉള്ളത്, ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി കഴുകിയെടുക്കണം. റാഗിയിൽ എന്തായാലും നല്ല ചെളിയും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യമെങ്കിലും നമ്മളിത് കഴുകിയെടുക്കേണ്ടി വരും. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. നന്നായിട്ട് കുതിർന്ന് വരണം. അപ്പോൾ ഇതിനേക്കാളും കുറച്ച് കൂടുതൽ ലെവലിൽ വെള്ളം ഒഴിക്കണം. നമ്മുടെ ഉഴുന്നൊക്കെ ഇത്തിരി പൊന്തി വരുമല്ലോ. ഞാനിത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 3-4 മണിക്കൂർ ഇതുപോലെ കുതിർത്ത് വെക്കണം. അതിന് ശേഷം എടുത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. 3 മണിക്കൂറായാലും മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അവിൽ കൂടി വെള്ളത്തിലിട്ടിരുന്നു. അരയ്ക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് അവിൽ വെള്ളത്തിലിട്ടാൽ മതി. ഒരു 1/4 കപ്പ് അവിലാണ് ഞാനെടുത്ത് വെള്ളത്തിലിട്ടത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചല്ലേ എടുത്തിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാനിന്ന് മിക്സിയിലാണ് ഇത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ മിക്സി എടുക്കാം, അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം അതിൻ്റെ വെള്ളം കളഞ്ഞെടുത്തിരുന്നു. വെള്ളം കളഞ്ഞ് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തതാണിത്. ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക്. ഇത് ഗ്രൈൻഡറിൽ അരച്ചെടുക്കാനുള്ളതില്ല, നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. മിക്സിയിലേക്ക് ഫുള്ള് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അവിൽ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് അവിൽ വേണമെങ്കിലും ചേർക്കാം. ചുവന്ന അവലോ വെള്ള അവലോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ല കട്ടി കുറവുള്ള അവിലാണെങ്കിൽ അധികം നേരമൊന്നും കുതിർക്കേണ്ടി വരില്ല. ഞാനെടുത്തിരിക്കുന്നത് ഇപ്പോൾ നല്ല കട്ടി കുറവുള്ള അവിലാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കുതിർത്താൽ മതിയാവും. ഇത് കട്ടി കൂടുതലുള്ളതാണെങ്കിൽ ഒരു 1/2 മണിക്കൂറൊക്കെ കുതിർക്കാം. ഇത് നമ്മൾ ഒരു ട്രിപ്പിൽ അരച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് മുങ്ങി നിൽക്കാൻ ആവശ്യമുള്ള ഒരു വെള്ളം മതി. ആ ഒരു ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അധികം കൂടുതൽ വേണ്ട. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ലോഡ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ മിക്സിയിൽ 2 ട്രിപ്പായിട്ട് അടിച്ചെടുക്കാം. അത്യാവശ്യം കട്ടിയിലാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. നിങ്ങൾ വേണം എന്നുള്ളവർക്കാണെങ്കിൽ അരയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് അരച്ചെടുക്കാം.
നന്നായിട്ട് സാധാരണ ദോശ മാവ് പൊന്തുന്ന മാതിരി തന്നെ പൊന്തി വരണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് എടുക്കാം, അല്ലെങ്കിൽ കാലത്ത് വെച്ച് വൈകുന്നേരം എടുക്കുകയും 8 മണിക്കൂറെങ്കിലും ഇത് പൊന്താൻ വയ്ക്കണം. ഇനി അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ ടൈറ്റായിട്ടുള്ള അടപ്പ് കൊണ്ട് അടച്ചു വെക്കരുത്, കുറച്ച് ലൂസാക്കിയിട്ട് വേണം അടച്ചു വെക്കാനായിട്ട്. മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂർ വെച്ച് പൊന്തിയതാണ്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർത്തുന്നവരാണെങ്കിൽ അപ്പം ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് തട്ടിലേക്ക് ആദ്യം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ദിവസം മാത്രമേ ഇഡ്ഡലിക്ക് സ്വാദ് ഉണ്ടാവുള്ളൂ, പിന്നെ ദോശ ഉണ്ടാക്കുകയാണ് നല്ലത്. രാത്രി കഴിക്കുന്നതിനേക്കാളും റാഗിയൊക്കെ കാലത്ത് കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. റാഗിയൊക്കെ കുറച്ചും കൂടി ഹെവിയാണ്. അപ്പം അതുകൊണ്ട് ഇനി ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഇനി വേവിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഇഡ്ഡലി എന്നുള്ളത്. ഇഡ്ഡലി ചൂടാറി വന്നിരുന്നു. അപ്പോൾ നമുക്കിത് പതുക്കെ ഇതിൽ നിന്ന് എടുക്കാം സ്പൂൺ കൊണ്ട്. കണ്ടില്ലേ, സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. കണ്ടില്ലേ, സാധാരണ ഇഡ്ഡലി മാതിരി തന്നെയാണ്. ടേസ്റ്റ് അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല, ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും. ഇനി ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്തിരിയും കൂടി ബാറ്റർ ലൂസായിട്ട് വരണം. അപ്പോൾ നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ അധികം അരച്ചിട്ടില്ല, 1-2 ദിവസത്തേക്കുള്ളതേ ഉണ്ടാവുള്ളൂ. അതുമാതിരി ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് കല്ല് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇരുമ്പിൻ്റെ പാനിൽ വയ്ക്കുമ്പോൾ എപ്പോഴും കട്ടിയുള്ള ഓയിൽ, സെസ്മി ഓയിൽ, എള്ളെണ്ണ പോലത്തെ കുറച്ച് കട്ടിയുള്ള ഓയിലുകൾ ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്, ദോശ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഞാൻ എള്ളെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കണേ. അതിലേക്ക് ദോശ ബാറ്റർ ചേർത്ത് കൊടുക്കാം. ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ദോശയേക്കാളും അത്ര ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. കുറച്ചും കൂടി ഹെൽത്തി ആക്കാം നമ്മുടെ ഇഡ്ഡലി ദോശയും. അപ്പോൾ കുട്ടികളാണെങ്കിലും ക്രിസ്പി ദോശയായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.